പടേശി. പരിപ്പുവട തീർപ്പൻ കെട്ടിയ ചെറുപ്പക്കാരത്തി. ഡ്രാക്കുള എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ നിനക്ക്? ആ ആത്മാവിനെ തൊട്ടറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ഞാൻ അപ്പോഴേ പറഞ്ഞ ചക്കക്കൂട്ടാനൊന്നും കൂട്ടണ്ട. ഈ കോട്ടിന് വില എത്രയാണോ? നല്ല കോട്ട്, നല്ല കോട്ട്. വില എവിടെയായിരുന്നു? എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു. വെൽക്കം ടു പപ്പായ ഐസ്ക്രീം. വെൽക്കം ടു പപ്പ ഐസ്ക്രീം. കട്ടുറുമ്പ് powered by പെണ്ണേ അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ പറക്കാട് കാണേ. കുട്ടികളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. കുട്ടികളെ പോലെ ആവണം എന്നാണ് വലിയ വലിയ മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്. പിള്ള മനസ്സിൽ കള്ളമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ലോകം നന്നാവണമെങ്കിൽ എല്ലാവരും കൊച്ചുങ്ങളെ പോലെ ചിന്തിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ബട്ട് ഞങ്ങൾ കട്ടുറുമ്പുകൾ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പപ്പായി ഐസ്ക്രീം കട്ടുറുമ്പ്, കുർത്തക്കേട് അൺലിമിറ്റഡ്, പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. ഇനി എനിക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ആള് വളരെ സ്പെഷ്യലാണ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഫേവറേറ്റ്, our beautiful gorgeous principal lady Shweta Menon. Yay! Oh my god, I'm നടന്നു വരുന്ന സ്റ്റൈൽ നോക്കൂ. You know, you're a born star, no? Or do you think you were like ജനിച്ചപ്പോഴേ ഒരു സ്റ്റാർ ആയിട്ടാണ് ജനിച്ചത്? അത് പതുക്കെ പതുക്കെ ഒരു സ്റ്റാറായി മാറി? അല്ല, ഞാൻ സ്റ്റാർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പതുക്കെ പതുക്കെയാണ് ഐ ഹവ് ഗ്രോൺ അപ്പ്. ഞാൻ കുറച്ച് സ്ലോ സ്റ്റാർട്ടർ ആണ്. ലാംബ്രറ്റർ സ്കൂട്ടർ പോലെയാണ്. കുറച്ച് സ്ലോ സ്റ്റാർട്ടർ മാത്രമല്ല, കുറച്ച് സ്ലോ ഇൻ എവറിഥിങ്. Once you take off, nobody can stop you. Nobody can stop me. But ഞാൻ അങ്ങനെ പറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ കട്ടുറുമ്പിന്റെ ഫസ്റ്റ് എപ്പിസോഡായി ആ സമയത്തുണ്ടായിരുന്ന കുട്ടികളുടെ ഒരു ഒരു അവസ്ഥയും ഇപ്പം കുട്ടികൾ അവരുടെ ഒരു ഗ്രോത്ത് ആദ്യം എവിടെയായിരുന്നു, ഇപ്പൊ അവരുടെ ലെവൽ എവിടേക്കാണ് പോയിരിക്കുന്നത്? ആൻഡ് ഹൗ വാട്ട് ഈസ് ദ ഡിഫറൻസ്? എനിക്ക് തോന്നുന്നു അവര് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? ഇംപ്രൂവ്മെന്റ് ഐ തിങ്ക് അസാധ്യമായിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ദേ ആർ ഫാന്റാസ്റ്റിക്. ഈവൻ ഐ വാണ്ട് ടു വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ബിക്കോസ് ഇന്ന് ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് യെസ്റ്റർഡേ. സോ പ്ലീസ് ബി സീറ്റഡ്. താങ്ക്സ് ഡാർലിംഗ്. ശ്വേതാ മേനൻ. ചേച്ചി റെഡിയാണ്. ഇനി പെർഫോമൻസിലേക്ക് കടക്കാനുള്ള സമയമാണ്. ആസ് ഓൾവേസ് നമ്മുടെ കുട്ടി പട്ടാളം റെഡി ആയിട്ടിരിക്കുകയാണ്. കട്ടുറുമ്പുകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവരുടെ സ്കിറ്റിന്റെയും ഡബ് സ്മാഷിന്റെ ഒക്കെ സമയമാവാൻ. ഇനി ഈ സ്റ്റേജ് പ്രേതങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ഒരു പ്ലേസായി മാറാൻ പോവാണ്. ചേച്ചി, ഞാൻ കോമഡി അടിക്കുകയല്ല, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. ഇക്കാലത്ത് കേരളത്തിൽ എവിടെ നോക്കിയാലും സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കട്ടുറുമ്പിന്റെ ഈ വേദി ഇനി കുട്ടി കുട്ടി പ്രേതങ്ങൾ, കുട്ടി കുട്ടി സ്വാമികളുടെയൊക്കെ ഒരു സമ്മേളനം നടക്കാൻ പോവാണ്. സോ നമുക്ക് ഈ വേദി ഒഴിഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നാൽ മതി. ഇനി ഈ സൈഡിലേക്ക് വരാൻ പാടില്ല. അപ്പൊ ഓക്കെ, റെഡി? രക്തം രക്തം രക്തം. എന്റെ ഡ്രാക്കുള മുത്തപ്പ, എന്ന
പോസിറ്റീവ് ബ്ലഡാ കിട്ടുന്നേ. ഇടയ്ക്ക് റെയർ ആയിട്ടുള്ള AB നെഗറ്റീവ് കിട്ടണേ. ഇപ്പോഴത്തെ ബ്ലഡിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. ഓ, ഇതും B പോസിറ്റീവ്. എന്താ നീലി പതിവില്ലാത്തൊരു പ്രാർത്ഥന? പ്രാർത്ഥിച്ചാലാ, വിളക്ക് വെച്ചതാ. ഈയന് വന്ന് അതിനെ തല്ലിക്കൊന്ന് ബ്ലഡ് കുടിക്കാലോ എന്ന് കരുതി വെച്ചതാ. ഈ നീലി, നിന്റെ ലവർ ഡ്രാക്കുള ബാബുവിനെ ഞാൻ കണ്ടിരുന്നു. എവിടെ വെച്ച്? ആ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള പാലയിൽ വൈൻ പൊളിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് വരില്ലേന്ന് ചോദിച്ചപ്പോ പറയുവാ ഇത്ര ആസ്വദിച്ച് ചോര കുടിക്കാനുള്ള സ്ഥലം വേറെ ഇല്ലെന്ന്. അവിടെ ആള് കൂടുന്ന സ്ഥലമല്ല, ഞാനും കൂടെ പോവും. അതിരിക്കട്ടെ നീലി, നിന്റെ അമ്മ വടേശി എവിടെ? മനക്കിലെ ഏഷ്യയോട് 2 ലിറ്റർ AB നെറ്റിന് ചോര കടം ചോദിക്കാൻ പോയതാ. ചോരരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് തരാൻ പറഞ്ഞ അമ്മ. കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ചോര തരാറുണ്ട്, അറിയാമല്ലോ. നാളെ കാവിലെ ഉത്സവം കണ്ടുപോന്ന ഏതെങ്കിലും ഒരുത്തന്റെ ബ്ലഡ് കൊണ്ടുവരാന്ന് അമ്മ പറഞ്ഞു. നീ അടുക്കള ഭാഗത്തേക്ക് ചെല്ല്. തൂങ്ങിച്ചത്ത ജാനുവിന്റെ പ്രേതരിപ്പുണ്ട്, അവളോട് പറഞ്ഞാ മതി. നീലി, നിന്റെ നഖം നീണ്ടില്ലേടി? ഇല്ലടി, കുഴിയനാൻ കുത്തിയതാ. നഖം ഇല്ലാത്തത് കൊണ്ട് തൊഴിലുറപ്പിന് പോകാൻ ഒരു മടിയാ. கலையான பெண்ணழகி கடல் வீசும் காட்டழகி இமையாளும் செண்பகமே. നീലി, നീ എന്താടി എന്റെ മോളെ പറ്റി നാട്ടുകാരോട് പറഞ്ഞേ? ഞാൻ അന്തസ്സായിട്ട് ബംഗാളിയുടെ ചോര കൊടുത്തിട്ടാടി വളർത്തിയേ. ഒന്ന് പോടി, നീ എന്നാടി പ്രേതായത്? നിന്നേക്കാൾ കുറെ ഓണം ബ്ലഡ് കുടിച്ചതാടി ഞാൻ. ഓ, വലിയ ബ്ലഡ് കുടിക്കാരി വന്നിരിക്കുന്നു. നീ ഡ്രാക്കുള ബാബുവിന്റെ ചോരയല്ലേടി കുടിക്കുന്നേ? നീലി, നീയൊന്ന് അടങ്ങ്. നീയൊന്നും പറയണ്ട, വൃത്തികത്തെ പിശാചത്. ദേ നിന്റെ അമ്മ വടേശി. പരിപ്പുവടാ തിരുപ്പൻ കെട്ടിയ ചെറുപ്പക്കാരത്തി, നിന്റെ നടപ്പ് കണ്ടാൽ മനസ്സിനുള്ളിൽ ഒരു ഉടുക്ക് കൊട്ടാണ്. മോളെ, ഈ ചോര ഒന്ന് അകത്തേക്ക് വെച്ചേക്ക്. എന്റെ മുറ്റത്ത് വന്ന് അനാശം പറഞ്ഞോണ്ടല്ലോ, നിന്റെ ബ്ലഡ് ഞാൻ കുടിക്കും. അതിനിച്ചിരി പുളിക്കും. നീ എങ്ങനെ പ്രേതായെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവടി. ചൂലേ, മേസ്ത്രി പണിക്കാരുടെ ഭാര്യയുടെ കൈകൊണ്ട് തല്ല് കിട്ടി വന്നതാന്ന് എനിക്ക് അറിയാവടി. അയ്യടെ, വലിയ വടേക്ഷ വന്നിരിക്കുന്നു. 10 പേര് കൂടി മുക്കിക്കൊന്നാന്നല്ലേടി നീ ഇവിടെ വന്ന് പറഞ്ഞത്? നീന്തൽ അറിയാതെ മുങ്ങിച്ചത്താന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ. എന്താ ഇത്? മനുഷ്യന്മാരത്താണ് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഡ്രാക്കുള ചന്ദ്രണ്ണ, അണ്ണനെ അറിയാലോ എന്നെ. എന്റെ കയ്യിലും കാലിലും നഖം പോലും ഇല്ല. വെപ്പ് വല്ല ഒറ്റ വെള്ളസാരി ഒപ്പിച്ചു പോകുന്ന എനിക്കേ അറിയൂ. പാവപ്പെട്ട പ്രേതങ്ങളെ അപമാനിക്കരുതെന്ന് വടേക്ഷയോട് പറ ചന്ദ്രണ്ണ. ഇതൊരുമാതിരി മനുഷ്യന്മാരെ പോലെ ആയല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ലക്ഷ്യമാരിങ്ങനെ തുടങ്ങിയാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. അങ്ങനെങ്കിലും എനിക്കൊന്ന് സമാധാനം കിട്ടുമല്ലോ. ഡ്രാക്കുളയാണ് പോലും ഡ്രാക്കുള. അതെ, ഡ്രാക്കുള. ഡ്രാക്കുള എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ നിനക്ക്? ദാഹിച്ച രക്തം കുടിക്കാനുള്ള ലൈസൻസ്. അക്ഷരങ്ങൾ അച്ചടിച്ച് കൂട്ടിയ മന്ത്രവാദിയുടെ പുസ്തകത്താളിൽ നിന്നും നീ കേട്ട ഡ്രാക്കുളയല്ല ഈ ഡ്രാക്കുള. കൃഷ്ണേട്ടനെ പോലെയുള്ളവരുടെ രക്തം കുടിക്കുന്ന പാവം ആത്മാവ്. ആ ആത്മാവിനെ തൊട്ടറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, എന്തെങ്കിലുമൊക്കെ വേണം. ജോലിക്കും പോണം. ഇത് ചന്ദ്രൻ ചേട്ടന്റെ വീടല്ലേ? അത് എന്താണ്? ദാ, ഈ മാസത്തെ ബ്ലഡിന്റെ ബില്ലാട്ടോ. നാളെ ബില്ലടിച്ചില്ലെങ്കിലേ സൊസൈറ്റിന്ന് ആള് വരും. ചന്ദ്രന്റെ ഓഫീസ് പൂട്ടുകയും ചെയ്യും. തന്ന ചോരയ്ക്ക് പകരം ബംഗാളിയുടെ ചോര എടുക്കോ? ഇവിടെയാണ് പ്രേതങ്ങൾ വാസം. പ്രേതങ്ങൾക്ക് വാസം എന്ന് പേരുണ്ടാവൂ? വാസമല്ല, വാസം. ഞാൻ അപ്പോഴേ പറഞ്ഞ ചക്കക്കൂട്ടാനൊന്നും കൂട്ടണ്ടെന്ന്. ഗ്യാസ് അല്ല, മന്ത്രം ഒരു വിട്ടതാ. ഇത് മന്ത്രമാണോ? അതിപ്പോ ശരിക്കും ഗ്യാസ് പോയതാ. കൂടുതലാ, നട്ടലില്ലാത്ത പ്രേതമാണെന്നാ തോന്നുന്നത്. അല്ല, പണി വാളി. അണ്ണന് തിരിച്ചറിഞ്ഞു. എടി, വീണ്ടും മന്ത്രം തുടങ്ങി. എടി വടയേച്ചി, ഞാൻ പോയാ ഈ കുഞ്ഞിനെ നീ ചോരെടുത്ത് വളർത്തണം. ഇല്ലെങ്കിൽ ഇത്ര കാലം ഇയാളെ പുറത്താക്കുന്നേ. നാം വീണ്ടും കണ്ടു. പ്രേതങ്ങൾ ഇവിടെ വിട്ട് മൂന്നാറിലോ കൊടൈക്കനാലിലോ പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഗുരുവേ, മൂന്നാറിലുള്ള പ്രേതത്തിന് മൂന്നാറുകാര് പിടിക്കട്ടെ. നമുക്ക് ടൂർ പാക്കേജ് ഒന്നുമില്ല.
പരിപ്പോടയോ? എടാ കച്ചട രാവിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇവിടെ വന്നത്. ഒരു പരിപ്പുവടയെങ്കിലും താടാ. ഒരിഞ്ഞു പോമോ? അണ്ണ ഇല്ലെന്ന് പറയണ്ണ. ഒരിഞ്ഞു പോകാനാ പറഞ്ഞത്. ചന്ദ്രണ്ണ ഇല്ലെന്ന് പറയണ്ണ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ഒരിഞ്ഞു പോയില്ലെങ്കിൽ ഈ വടി കൊണ്ട് നിന്നാ ഞാൻ. വേണ്ട, ഞാൻ ഒഴിഞ്ഞു പോവാം. തല്ലല്ലേ, ഞാൻ ഒഴിഞ്ഞു പോവാം. പക്ഷെ എനിക്കൊരു അവസാനമായിട്ട് ഒരു ആഗ്രഹമുണ്ട്. എന്താ? എന്നെ തളയ്ക്കണ പോലെ ഈ വടേഷിനൊക്കെ നിങ്ങൾ തളയ്ക്കോ? വടേച്ചി മാത്രല്ല അവരുടെ കുഞ്ഞമ്മേനെ വരെ ആണിയടിച്ച് തളയ്ക്കും. എങ്കിൽ അവരെ തളയ്ക്കുന്ന മരത്തിൽ ദയവ് ചെയ്ത് എന്നെ തളയ്ക്കരുത്. ചന്ദ്രണ്ണ തളയ്ക്കുന്ന മരത്തിലെങ്കിലും ഞാൻ മനസ്സമാധാന കഴിഞ്ഞോട്ടടി. കമൺ ഇത് ഭയങ്കര മേക്കപ്പ് ആയി പോയി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു അടിപൊളി കൈഡി. സെക്കൻഡ്, കട്ട്റൂമിന്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന് ഒരു അടിപൊളി കൈഡി. ഇത്രയും നല്ല കോസ്റ്റ്യൂമും മേക്കപ്പും തന്നതിന്. അപ്പൊ എല്ലാരും താങ്ക് യു ചേട്ടാ എന്ന് പറ. താങ്ക് യു ചേട്ടാ. ചേട്ടന്മാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ. ചേച്ചിമാരെ. സോ ഈ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. ബിക്കോസ് പ്രേതം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല അല്ലേ? അത് കറക്റ്റാ. ശരി, അപ്പൊ മന്ത്രവാദി എന്ന് വെച്ചാ എന്താ? പ്രേതങ്ങളെ ഊഹിച്ചാലാണ്. നീ ഇപ്പൊ അവിടെ നിന്ന് അവിടെ നോക്കി പറ. മന്ത്രവാദി, നിങ്ങളുടെ ജോലി എന്താ? മന്ത്രവാദീസ. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ മംഗളവാദി. ഞങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ മന്ത്രവാദിക്ക് സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അതെ, പരിപ്പ് വട കൊടുക്കുക അങ്ങനത്തെ സഹായമാണോ? അതെ. കടിച്ചിട്ട് പരിപ്പ് വട കൊടുക്കും ആരെങ്കിലും. കഴിച്ചിട്ട് പരിപ്പ്? അയ്യേ, നാണല്ലോ കടിച്ച ബാക്കി വന്ന പരിപ്പ് വട കൊടുത്തിട്ട്. ഇവിടെ നമ്മുടെ ഫീമെയിൽ യക്ഷീസിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. മുടിയും such a cute പ്രേതം. ശരിക്കും പ്രേതങ്ങളൊക്കെ ഇങ്ങനെ ക്യൂട്ട് ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? ചേച്ചി, how was their skit? ഞാനിങ്ങനെ ആലോചിക്കാൻ ഇവരെല്ലാരും ഇതിന്റെ മുമ്പേ പെർഫോം ചെയ്ത റൗണ്ട്സ് എല്ലാം എനിക്ക് ഓർമ്മ വരാം. ഇപ്പൊ കറുത്തമുത്ത്, അതല്ല ആ കുട്ടി സെക്കൻഡ്. ലക്ഷ്മി അല്ലേ കറുത്തമുത്ത് ചെയ്ത മോളെ? അതെ, ഫെയർ ആൻഡ് ലവ്ലി. 1 കോടി രൂപേന്റെ ഫെയർ ആൻഡ് ലവ്ലി തേച്ചിട്ട്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. യക്ഷിയുടെ ഒരു പ്രത്യേക തരം നടത്തമാണ്. സാധാരണ പ്രേതങ്ങൾ ഇങ്ങനെ നടക്കാറ്, പക്ഷെ നിവേദിതയുടെ നടത്തം വളരെ ഡിഫറെന്റ് ആയിരുന്നു. നിവേദിത ഒന്ന് നടന്ന് കാണിച്ച പ്രേതത്തെ പോലെ നടക്കണം. ഇനി ഇതുപോലെ അതിന്റെ മുമ്പേ മറ്റേ നമ്മുടെ ലക്ഷ്മി ഇല്ലേ, ലക്ഷ്മിന്റെ എൻട്രി കണ്ടില്ലേ? ലക്ഷ്മിയുടെ എൻട്രി. ഓക്കെ, നിങ്ങൾ 3 പേരും പ്രേതങ്ങളെ പോലെ നടന്നുകൊണ്ട് 1 2 3 ഫീലില് ഭയങ്കര പേടിക്കണം. ഞങ്ങളൊക്കെ പേടിക്കണം. ഓക്കെ, വാ ഇങ്ങോട്ട് മാറിക്ക്. 1 2 3. 1 2 3. നിങ്ങൾ കപ്പലിലാണോ സഞ്ചരിക്കുന്നത്? ഇങ്ങനെ ചാടി വരുന്നത്? അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു ഈ പ്രേതങ്ങളും മറ്റേ സ്വാമിമാരും. മൊത്തത്തില് സൂപ്പർ ആയിരുന്നു. എന്തായിരുന്നു? സ്വാമിമാരെ, ഗുണ്ടമണി, ഗുണ്ടുമണി ഇങ്ങോട്ട് വാടാ. എടാ നിന്നെ ഇങ്ങോട്ട് വാടാ ഗുണ്ടുമണി. സ്വാമിയേ പേര് അഭിനവോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കറക്റ്റ് ആയിട്ട് പറയും. കാറ്റ് പോകുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എങ്ങനെയാ വരിക? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലല്ലോ വരിക. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഇനിയിപ്പോ പേര് പറയൂ. അഭിനവ്. അഭിനവിന്റെ ഫുൾ പേരെന്താ? അഭിനവ് ആർ. ഫുൾ ആർ എന്താ? ഇനിഷ്യൽ അല്ല, ഇനിഷ്യൽ അല്ല. ഈ ഷോന്റെ പേരെന്താ? കട്ടറുമ്പ്. ഫുൾ പറയൂ. പേളി ചേച്ചി എങ്ങനെയാ സംസാരിക്കുക? പപ്പായി കട്ടറുമ്പ്. കുർത്തക്കേട് അൺലിമിറ്റഡ്. പപ്പായ ഐസ്ക്രീം. അതാണ് പപ്പായ. പേളി ചേച്ചി എങ്ങനെ സംസാരിക്കുക അത് കാണിക്കും. ഇതില് ആരാണ് ഏറ്റവും നന്നായിട്ട് പേളി ചേച്ചിനെ കാണിച്ചു തരിക? എങ്ങനെയാണ് പേളി? അല്ല, പേളി ചേച്ചി എങ്ങനെ ഈ ഷോ? ഓക്കെ, ലക്ഷ്മി ചെയ്യാം. ലക്ഷ്മി. ഓക്കെ. പപ്പായ്സ് കട്ടറുമ്പ്. കുർത്തക്കേട് അൺലിമിറ്റഡ്. ബൈ സ്മിസ് കിഡ്. പേളി അത്രേ ഉള്ളോ? പേളി ഒന്ന് കാണിച്ചു കൊടുക്കൂ. കം
എനിക്കിത് വേണം, ഇതെനിക്ക് വേണം. നീ ഇങ്ങോട്ട് പോണേ, ഇവിടെ എല്ലാരും നോക്കൂ, ഇതാണ് അടുത്ത എക്സാം. ഓക്കെ ലക്ഷ്മി, ഞാൻ ചെയ്യുന്ന പോലെ നീ ചെയ്യണം. എന്റെ ആക്ഷൻസ് ഒക്കെ അതുപോലെ വരണം. ആദ്യം തിരിഞ്ഞേക്കൂ. ഹായ് എവരിബഡി. ഹായ് എവരിബഡി. വെൽക്കം ടു പപ്പായ ഐസ്ക്രീം. വെൽക്കം ടു പപ്പായ ഐസ്ക്രീം. വെൽക്കം ടു പപ്പായ ഐസ്ക്രീം. പപ്പയല്ല, പപ്പായി. പപ്പായ. പപ്പായ ഐസ്ക്രീം. കട്ടുറുമ്പ്. Kurtikid Unlimited. Kurtikid Unlimited. Powered by Sumix Kids Wear. Kidswear അല്ല, Kidswear. Kids. മറക്കാണ്ട് കാണണേ. യോ. അയ്യോ. അയ്യോ. എന്താ ചെയ്യാ ലക്ഷ്മി, ടു ഗുഡ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രേതങ്ങളുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞില്ലേ? അപ്പൊ കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെയ്യാ? നമ്മൾ പോവും, ബായ് പറഞ്ഞിട്ട് പോണം. ഓക്കെ, സോ ബായ് പറയൂ. നന്നായിരുന്നില്ലേ ഞങ്ങളുടെ പെർഫോമൻസ് എന്ന് ചോദിച്ചു? നന്നായില്ലേ ഞങ്ങളുടെ പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നു. അപ്പൊ താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. ബൈ, സീ യു. ബൈ. പപ്പായ ഐസ്ക്രീം, കട്ടുറുമ്പ്, കുരുത്തക്കേട് അൺലിമിറ്റഡ്, പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഒരു സ്കിറ്റാണ്. ചെമ്മീൻ സിനിമ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ മലയാള സിനിമേനെ പോപ്പുലർ ആക്കിയ ഒരു മൂവിയാണ്. ഈ മൂവിയിൽ പല ആക്ടേഴ്സൊക്കെ ആലോചിച്ചു, അയ്യോ ഈ സിനിമയിൽ നമുക്കൊന്നും മുഖം കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഒബ്വിയസ്ലി ചെമ്മീൻ പടത്തിന്റെ ഇന്ന് റീമേക്ക് അല്ലാതെ സെയിം ടു സെയിം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഷുവർലി, ഞാൻ ഇതുവരെയ്ക്കും ഒരു പടത്തിനും എന്താ പറയുക അപ്രോച്ച് ചെയ്തിട്ടില്ല. ബട്ട് ഫോർ ഷുവർലി ഞാൻ അങ്ങനത്തെ കറുത്തമ്മ ആ ഒരു ക്യാരക്ടറിനോ അല്ലാതെ ഏതെങ്കിലും ക്യാരക്ടറിന് ഞാൻ ഉറപ്പായിട്ട്. സോറി ശ്വേത ചേച്ചി, പിന്നെയും അവര് റീമേക്ക് ചെയ്തു. അതിൽ ശ്വേത ചേച്ചി ഇല്ല, ഞാനും ഇല്ല, കട്ടുറുമ്പുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അവരുടെ വേർഷൻ നല്ല അടിപൊളിയായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് കാണികളായിട്ടെങ്കിലും ഇരിക്കാം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ചെമ്മീനിലെ ഒരു സീൻ കട്ടുറുമ്പ്. കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ, പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്ക് കല്ല് തരാമോ. നാടോടിക്കഥയിലെ നക്ഷത്രക്കടലിലെ നാഗനത്തകിമാരനിയും നാഗത്തിൻ മുത്തു തരാമോ. കറുത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു, ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും കൊല്ലാതെ കൊച്ചു മുതലാളി. കറുത്തമ്മ പോയാലും ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല. എന്റെ കൊച്ചു മുതലാളി, എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? ദൈവം പറഞ്ഞിട്ട് ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്ക പാടും. ഞാനത് കേട്ട് തീർക്കുന്ന പുഴയിലിരുന്ന് ഓർത്തോർത്ത് നിലവിളിക്കും. അങ്ങനെ
പാടി പാടി ഞാൻ ചങ്കു പൊട്ടിച്ചാകും. ചെമ്മീൻ എന്നാൽ ഇതാണ് ചെമ്മീൻ അല്ല, ഇത് ഞാൻ സത്യം പറയാം, ഗുഡ്. നമ്മളെ കാസ്റ്റ് ചെയ്തില്ല, ഓർമ്മല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന് ഞാൻ അല്ല നമ്മള് അങ്ങോട്ട് നോക്കൂ. അവിടെ നോക്കുമ്പോ നമുക്ക് കാണുന്നത് ചാകരയാണ്. ചാകര. ഇപ്പോഴും ഗേൾസിനൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കൂ. കൊട്ടയിൽ എന്താ ഉള്ളത്? പച്ചക്കറി ആയിരുന്നു ഞങ്ങള് കടലിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നത്. മീൻ. കറക്റ്റ്. അപ്പൊ പച്ചക്കറി അല്ല, വെള്ളമല്ല, നീയല്ല, മീൻ, ഫിഷ്. അയ്യോടാ ചക്കുഡൂസ്. ഇതാണോ നമ്മുടെ മധു സാർ? ഇതാണ് നമ്മുടെ മധു സാർ. മധു സാറിന്റെ ഒരു എക്സ്പ്രഷൻ ഞാനും ചേച്ചിയെ കണ്ട് കുറേ ചിരിച്ചു. ഞാൻ ലാസ്റ്റ് ആ എക്സ്പ്രഷൻ കണ്ട ലയൺ കിങ് സിനിമയില് ആ ലയന്റെ മുഖത്താണ്. പിന്നെ ഇവന്റെ മുഖത്താണ്. ഒന്ന് കാണിച്ചേ മറ്റേ ആ എക്സ്പ്രഷൻ. ഓക്കെ, ഗേൾസിനെയൊക്കെ നോക്കട്ടെ. സോ എന്ത് സ്റ്റൈലിഷ്. ഇനി ബോയ്സിനെ ഒന്ന് കാണിച്ച്. കടലിലെ പയ്യന്മാരെ പോലെ. വാ വാ. ഐ തിങ്ക് ചെമ്മീന്റെ ഏറ്റവും ക്യൂട്ടസ്റ്റ് വേർഷൻ ആണ് നമ്മൾ കണ്ടത്. സോ നല്ലൊരു കൈഡി. അപ്പൊ ഞാൻ ഇനി എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. പ്രേക്ഷകർ എപ്പോഴും ഇത്രയും എപ്പിസോഡ്സ് കഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. വിഷ്ണു ചേട്ടനും പിന്നെ സതീശങ്ങളും. ഞാൻ രണ്ടുപേരെ സ്റ്റേജിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. വിഷ്ണു ആൻഡ് സതീഷ്. ഇവർ രണ്ടുപേരാണ് ഇവരെ പഠിപ്പിക്കുന്നതും ഈ എക്സ്പ്രഷൻ, മൈന്യൂട്ട് എക്സ്പ്രഷൻ മുതൽ കൊണ്ട് പഠിപ്പിക്കുന്നത് അല്ലേ? അനിരൂപ്. പക്ഷെ ഇപ്പൊ നിങ്ങളെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് സതീഷ്. ചില ആൾക്കാർ സീരിയസ്, ചില ആൾക്കാർ എന്നോട് പറഞ്ഞു എപ്പിസോഡ് കണ്ടപ്പോ കുട്ടികളൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. കുട്ടികളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും, എന്തും ചെയ്യിപ്പിക്കാൻ പറ്റും. അല്ല, അത് കട്ട്റൂമിലെ പിള്ളേരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റും. ഇവര് തന്നെയാണ് സ്റ്റുഡിയോയിൽ പോയി രാത്രിയും പകലുമില്ലാതെ ഡബ് ചെയ്ത് ഇത് ഔട്ടിറക്കി ഇവിടെ റിഹേഴ്സൽ ചെയ്ത് കളിക്കുന്നത്, സ്കിറ്റ് കളിക്കുന്ന ഇവര് തന്നെ. സോ അതാണ് നമ്മളുടെ ജനങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കൊടുത്തത്. പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സെയിം ഡയലോഗ് ഇപ്പൊ ചെയ്തില്ലേ നമ്മളുടെ തേജസ്സും ലക്ഷ്മിയും, അത് സതീഷും വിഷ്ണുവും ചെയ്യണം. വിഷ്ണു ലക്ഷ്മിന്റെ റോള്, മധു സാറിന്റെ റോള് സതീഷ്. ജസ്റ്റ് ആ ബിറ്റ് മാത്രം. കറുത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും കൊല്ലാതെ കൊച്ചു മുതലാളി. കറുത്തമ്മ പോയാൽ ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല. എന്റെ കൊച്ചു മുതലാളി, എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? ദൈവം പറഞ്ഞിട്ട് ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്ക പാടും. പപ്പായി ഐസ്ക്രീം, കട്ടുറുമ്പ്, കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് സ്ക്വയറിൽ ഇനി വരാൻ പോകുന്നത് ചാറ്റ് ടൈം ആണ്. അതായത് സെലിബ്രിറ്റി ചാറ്റ് ടൈം ആണ്. മൈ ഫേവറേറ്റ്. സോ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം സാധാരണ നോർമൽ ടീഷർട്ടും കുഞ്ഞു ഷോർട്സ് ഒക്കെ ഇട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഭയങ്കര സൂട്ടും കോട്ടും ടൈ ഒക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽപ്പുണ്ട്. എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ബട്ട് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ പേരാണ് ആൽഫി ജെ ജോർജ്.
ഹായ് Hi, Alfie. How are you? I like your attitude, darling. ചക്കര ഇങ്ങ് വാ ഓടി വാ. ഇതിങ്ങനെ ചാടി വരാൻ ആരാ നിന്നോട് പറഞ്ഞത്? കളിച്ചല്ലോ. നീ ഇത്രയും കളിച്ചിട്ട് നീ തളർന്നു പോയോ? നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് കശുവണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കഴിച്ചോ. എങ്ങനെയുണ്ട്? ചവച്ച് കഴിക്കണം, വിഴുങ്ങരുത്. ഇപ്പൊ പേര് പറ. പേരെന്താ? പേര് ആൽഫി. പറഞ്ഞു. ഇനി വേറെന്തെങ്കിലും ഒരു പാട്ട് പാട്. പാട്ടിടണം പക്ഷെ. അയ്യോ, പാട്ടിട്ട ഞാൻ അഭിനയിക്കാന്ന്. അല്ല, പാട്ട് പാടാൻ അറിയില്ലേ ആൽഫി? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഈ സൂട്ടൊക്കെ ഇട്ട് നിന്നെ ആദ്യമായിട്ടാ ചേച്ചി കാണുന്നേ? ചേച്ചി ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല നിന്നെ. സീരിയസ്ലി, നീ ബാഹുബലിയായിട്ട് വന്നപ്പോ വെറും ഒരു വള്ളിനിക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായ? ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കിപ്പോയിടുന്നോൻ. ഇപ്പൊ നോക്കിയപ്പോ കോട്ടും സൂട്ടും മറ്റേ വലിയ ഇംഗ്ലീഷ് സിനിമയിലെ വില്ലന്മാരെ പോലെ ഉണ്ട് നിന്നെ കണ്ട. സീരിയസ്ലി, ജെയിംസ് ബോണ്ടിനെ പോലെ ഉണ്ട് നിന്നെ കണ്ട. കോട്ട് ഊരട്ടെ? ഊരാ, നമുക്ക് ചൂടെടുക്കുന്നു. എനിക്ക് വരെ ചൂടെടുക്കുന്നു. നിന്നെ കണ്ടിട്ട് എനിക്ക് ചൂടെടുക്കുന്നു. ഈ കോട്ടിന്റെ വില എത്രയാ? ആക്ച്വലി ഈ കോട്ടിന് എത്ര വില? നമുക്കിത് കോട്ടൊന്ന് ഊരിക്കാം. ബിക്കോസ് ഊരട്ടെ കുഴപ്പമില്ലല്ലോ. അപമാനിച്ചു എന്നോ അങ്ങനെയൊന്നും പറയില്ലല്ലോ. ഓക്കെ, ഈ കോട്ടിന് വില എത്രയാണോ? നല്ല കോട്ട്. 3000 രൂപ. പറ, എത്ര രൂപയെന്ന് പറ. 3000 രൂപയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ആക്ച്വലി വില കുറഞ്ഞു പോയി. ഈ ഷൂവിന് എത്രയാണ്? കാണുന്നില്ലല്ലോ. ഞാൻ നോക്കട്ടെ. 9 രൂപ. ആ സൈസ് 9 നിന്റെ സൈസ്? ഇതാരാ വാങ്ങി തന്നത്? പപ്പ വന്നിട്ടുണ്ട്. ചേച്ചി, അമ്മേ, അച്ഛ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. ഹലോ അമ്മേ, അച്ഛൻ. ഒരു മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. ഇവിടെ ഒന്ന് തീർക്കട്ടെ. ഈ മുടി എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഈ മുടി ഇങ്ങനെ അടിപൊളി. യോ മാൻ. എടാ ആൽഫി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല. എനിക്ക് കുറച്ച് കടം തരുമോ? കുറച്ച് പൈസ എനിക്ക് ഇത്തിരി തരുമോ? എന്താണെന്നറിയോ, എനിക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ ഇടാൻ ഡ്രസ്സില്ല. എനിക്ക് കുറച്ചൊരു 100 രൂപ നീ എനിക്ക് കടം തരുമോ? അപ്പൊ ആരോട് ചോദിക്കും? നീ പൈസ വേണമെങ്കിൽ നീ ആരോട് ചോദിക്കും? എന്റെ അപ്പാപ്പിയോട്. അപ്പാപ്പേന്റെ അടുത്താ? അപ്പാപ്പി വന്നില്ല. ആണോ? അശ്ശേ, അപ്പൊ അടുത്ത പ്രാവശ്യം പപ്പ പൈസ തരൂല നിനക്ക്? പപ്പയുടെ പൈസ ഇല്ല. പാവം പപ്പ. മമ്മിയോ? കുറച്ച് പൈസയേ ഉള്ളൂ. അമ്മയോ? കുറച്ച് പൈസയേ ഉള്ളൂ. ആണോ? കുഴപ്പമില്ല, എങ്കിലും നമുക്ക് അപ്പാപ്പ എടുത്ത് ചോദിക്കാം അല്ലേ? സോ ഇനി നിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നീ ഭയങ്കര എനർജിയാണ്. നീ സൂപ്പറാണ്. ഇവന്റെ ഒരു ഡാൻസ് എനിക്ക് കാണണം. ഡാൻസ് ചെയ്യും. അപ്പം നമ്മുടെ ആൽഫി ജെ ജോർജ് ഇനി ഒരു ഭയങ്കര ഡാൻസ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ആൽഫി ജെ ജോർജ്. അവസാനം എന്താണ്? അല്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടാ നിന്റെ ആ ഗിരി
നന്നായി നമ്മുടെ സൂട്ട് ഊരിയത്. നീ സൂട്ട് ഇട്ടിട്ട് ഇത് കളിക്കുന്ന ആലോചിച്ച് നോക്ക്, നല്ല ബോറായിരുന്നായിരിക്കും. ഇതാകുമ്പോ കറക്റ്റ് നിന്റെ ഫീലിനുള്ള ഡ്രസ്സാണ്. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ആ, നിന്റെ അപ്പാപ്പീനെ കുറിച്ചൊന്ന് പറഞ്ഞേ. അപ്പാപ്പി ഭയങ്കര പുലിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ അപ്പാപ്പി ആണെങ്കിലേ നീ അവിടെ നോക്കി. മാജിക് അറിയാം. എന്താ? എന്റെ അപ്പാപ്പിക്ക് മാജിക് അറിയാം. മാജിക് അറിയോ? ഞങ്ങളുടെ വീട്ടിൽ പാലില്ലായിരുന്നു, അതുകൊണ്ട് അപ്പാപ്പിയെ മാജിക് കാണിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പാല് പറയട്ടെ. വരാൻ വേണ്ടിയേ മാജിക് കാണിച്ച ഉടനെ ഉണ്ടല്ലോ, പാല് വന്നു. മാജിക് കാണിച്ചപ്പോഴാണെങ്കിലേ ഒരു പശു വന്നു. നീ ഒരു കാര്യം ചെയ്യ്, എന്നെ അങ്ങോട്ട് കൊന്നു കളങ്ങീര്. എടാ, തള്ളുമ്പോ കുറച്ച് തള്ളണം. മാജിക് കാണിച്ചത് നിന്റെ പക്ഷെ മാജിക് എന്റെ അപ്പാപ്പി. അപ്പാപ്പി എനിക്ക് പഠിപ്പിച്ചു തന്നില്ല. അപ്പൊ നീ ഇപ്പൊ ഇവിടെ ഒരു പശുവിനെ വരുത്തിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ഞാൻ പാല് കുടിച്ചിട്ട് 2-3 ദിവസമായി. എനിക്കിപ്പൊ പാല് വേണം, നീ പശുവിനെ വരുത്ത്. പക്ഷെ എനിക്ക് പശുവിനെ എടുത്താൽ എനിക്ക് മാജിക് അറിയത്തില്ല. അറിയണം, നീ എന്റെ അറിയണം. അപ്പാപ്പിയെ പഠിപ്പിച്ചു തന്നില്ല, ഇതുവരെയും പഠിപ്പിച്ചില്ല. അപ്പാപ്പി എന്തൊക്കെയാ പഠിപ്പിച്ചു തന്നെ? ആൽപ്പിയുടെ ഒരു അപ്പാപ്പി. എനിക്ക് എഴുന്നേക്കാൻ പറ്റും. നീ ഒരു കൈതാ, എന്നൊന്ന് എഴുന്നേൽപ്പിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. നീ ഇവിടെ വന്നിരിക്കും. നിന്റെ പപ്പയും മമ്മയും അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുന്നു. നമുക്ക് അവരെ എങ്ങോട്ടേക്ക് വിളിക്കാം. ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ആൽഫീസ് മമ്മി ആൻഡ് ഡാഡി. വരാൻ പറയൂ. കടന്നു വരൂ പറയൂ. നീ പപ്പയുടെ പോക്കറ്റിൽ ഫുൾ പെൻസിൽ. പപ്പയുടെ പെൻസിൽസ്. ഇതെന്താ പപ്പ ഇങ്ങനെ? പക്ഷെ വണ്ണമുണ്ട്. പപ്പയുടെ പോക്കറ്റിൽ പെൻസിൽ ആണെങ്കിലും പപ്പയ്ക്ക് കുറച്ച് വണ്ണം ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. അല്ല പപ്പയും മമ്മി, നിങ്ങൾക്ക് കാശ് അത്ര ഇല്ല, അത്ര ഇതൊന്നും ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെയാണ്? അപ്പാപ്പിന്റെ അടുത്ത് കുറെ കാശുണ്ട്. കാശില്ലെന്നല്ല, പോക്കറ്റ് മണി കൊടുക്കാൻ മടിയുള്ളതാണ്. ഓ, അങ്ങനെയാണോ? അപ്പൊ ഈ അപ്പാപ്പി ആരാണ്? അപ്പാപ്പി ആരാ? അപ്പാപ്പി അപ്പാപ്പി is his brother. പപ്പയുടെ അനിയനാ. ഞാൻ വിചാരിച്ചു നിന്റെ അപ്പാപ്പനാണെന്നാ വിചാരിച്ചോണ്ടിരുന്നത്. ഞാനും ഇതുവരെയ്ക്ക് അപ്പാപ്പനാ വിചാരിച്ചു. ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറയണ്ടേ? ശ്വേചേച്ചിയുടെ അടുത്ത് നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പോയി പറഞ്ഞിട്ട് വരും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താന്നറിയോ? ശ്വേതാന്റിയെ എന്നെ അറിയോ? അറിയാം. ഞാൻ ആരാ? ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. ഇത് കണ്ടുണ്ടോ? ഈ പടം കണ്ടുണ്ടോ? ആ, പടത്തിന്റെ പേരെന്താ? കളിമൺ. അതെയോ? എത്ര പ്രാവശ്യം കണ്ടു? ഞാൻ കൊറേ പ്രാവശ്യം കണ്ടിട്ടുള്ളയാ. അതെയോ? ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതെ, ശ്വേതാന്റി പ്രസവിച്ച ഉടനെ ഒരു കാര്യം പറയത്തില്ലേ? ഓ മൈ ബേബിന്ന്. ഓ മൈ ബേബി. അയ്യോടാ, അതാണോ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീൻ? അതാണോ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീൻ ആ സിനിമയില്? ആ പ്രസവ സീൻ അവൻ പിന്നെയും പിന്നെയും കാണും. എന്നിട്ട് ഓ മൈ ബേബി. സോ ആർ യു ഹർ ബേബി? സോ ക്യൂട്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. ഓ മൈ ബേബി. യെസ് മാൻ, നന്നായി ചെയ്തു. പെർഫോമൻസ് അടിപൊളി. ഇവിടെ വന്നിക്ക്. ഞാൻ ഒരു കാര്യം വേണ്ടേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അമ്മ നല്ല ഉടുപ്പിട്ട് നല്ല മാല ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ എന്തിനാണ് ഇത്രയും പെൻസിൽ വെച്ചോണ്ട് നടക്കണേ? ഇതെന്തിനാ ഇത്രയും പെൻസിൽ? അതെ, പെൻസിൽ കച്ചവടമാണോ? ആർട്ടിസ്റ്റ് എന്ന് വെച്ചാ എന്താ? പടം വരയ്ക്കുന്ന ആൾക്കാര്. ഇപ്പൊ വരയ്ക്കാൻ പറ്റുമോ അപ്പക്ക്? ഇപ്പൊ അപ്പ വരയ്ക്കോ? വരയ്ക്കാൻ പറ്റും. എങ്കിൽ പിന്നെ ഇവിടെ ഏറ്റവും സുന്ദരമായ എന്നെ തന്നെ നിങ്ങൾ വരച്ചോളൂ. ഓക്കെ. അമ്മ മോനും പാട്ട് പാടട്ടെ. ആ പാട്ട് കഴിയുന്ന സമയത്ത് ഈ ഒരു പോർട്രേറ്റ് റെഡി ആവണം. ഓക്കെ. പ്രേമമെന്നാലെന്താണ് പെണ്ണേ, അത് കരളിനുള്ളിൽ തീയാണു കണ്ണേ. പ്രേമമെന്നാലെന്താണ് പെണ്ണേ, അത് കരളിനുള്ളിൽ തീയാണു കണ്ണേ. കള്ളു കുടിച്ചാലും പോവൂല, സമി മരിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോവൂല, സമി മരിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്തേ പെണ്ണുങ്ങൾ കൈ കൊടുത്താലും ചെമ്പരത്തി പോയെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ എന്ന പെണ്ണേ.
ഷാറുഖാനെ പോലെ ഗ്ലാമർ ഉണ്ടായെന്ന് ആദ്യം കാണുന്നൊരു പെണ്ണൊന്നും ഷാറുഖാന്റെ കൈ കാശിലെന്നെ അന്തിക്കനോടൊപ്പം ഓടിപ്പോ. ഷാറുഖാനെ പോലെ ഗ്ലാമർ ഉണ്ടായെന്ന് ആദ്യം കാണുന്ന പെണ്ണൊന്നും പ്രേമിക്ക് ഷാറുഖാന്റെ കൈ കാശിലെന്നെ അന്തിക്കനോടൊപ്പം ഓടിപ്പോ. പക്ഷേ നീ അറിഞ്ഞ കാമുകനാക്കും പക്ഷിലെങ്കിൽ ഉടനെ ഞങ്ങളെയാക്കും. കണ്ണവളക്കേനവനാണെങ്കിൽ പോലും ഒന്നങ്ങളെ ചെലുന്ന ഞങ്ങള് വീഴും. മേലിമ തൂങ്ങിയേക്കും മുള്ളുമേൽ എഴുതുന്ന വീഴുന്നാലും ആ എഴുതുന്ന മുള്ളിന്റെ പേരിടുക്കിയിട്ടുള്ള കേസ് കൊടുക്കും. എന്താണ് പെണ്ണേ പ്രേമമെന്നാലെന്താണ് പെണ്ണേ ലളിതയാണ് കണ്ണേ. ചെറിയൊരു കൊണ്ടടി വായാടി പെണ്ണുകളെ കരുവേലി ചുമ്മാതെ വൈറ്റടിക്കും. കുത്തിയിട്ടൊന്ന് പുറകെ നടക്കും കിണറ്റ് വീട്ട് കാൽത്തടിക്കും. ചെറിയൊരു കൊണ്ടടി വായാടി പെണ്ണുകളെ കരുവേലി ചുമ്മാതെ വൈറ്റടിക്കും. കുത്തിയിട്ടൊന്ന് പുറകെ നടക്കും കിണറ്റ് വീട്ട് കാൽത്തടിക്കും. കണ്ടില്ലേ ആണുങ്ങളുടെ കൈകാലം പെണ്ണുങ്ങൾ കേരള കാലം. ഒതുകിട എലിയെ പോലൊരു പെണ്ണും ഒതുകിട പുലിയെ പോലുള്ള ചാരം. പെണ്ണ് കെട്ടിക്കറിയ ആണുങ്ങളുടെ കണ്ണ് കെട്ടിക്കറിയ ആണേൻ കൊല്ലുന്നറിഞ്ഞിട്ടും ബാപ്പാന്റെ ജോഡിക്ക് ആണുങ്ങൾക്കും പെണ്ണേ. പ്രേമമെന്നാലും പെണ്ണേ അത് കാകളിനുള്ളിലെത്തിയാന്നു കണ്ണേ. അയ്യോ ഇറ്റ്സ് ആക്ച്വലി നൈസ്. യോ ഇതെങ്ങനെയുണ്ട്? ഈ ഫോട്ടോ എങ്ങനെയുണ്ട്? കൊള്ളാം. എന്നെ പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പേളി ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിന്റെ മുമ്പേ ആരും കണ്ടിട്ടില്ല. ഞാൻ പോലും കണ്ടിട്ടില്ല. സോ ആൽഫി ഈസ് an amazing, ഭയങ്കര ടാലന്റഡ് ഒരു ബോയും അമേസിംഗ് ആർട്ടിസ്റ്റ് ആയ അച്ഛനും അമ്മയും. ഒരു ഗിഫ്റ്റ് ഉണ്ട് മാ. ആണോ? പിന്നെ ഗിഫ്റ്റ് ഉണ്ട്. നീ ഇങ്ങനെ നിക്ക്, കണ്ണടച്ചേക്ക്, കണ്ണ് തുറക്ക്. താഴ്ത്തി പപ്പായി ഐസ്ക്രീം കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയറിലെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് വൈൻഡപ്പിന്റെ സമയത്ത് ആൽഫിയും ആൽഫിയുടെ അച്ഛനും അമ്മയും കൂടെ അടിപൊളി ഒരു സമൂഹ ഗാനം പാടാൻ പോവുകയാണ്. പാവാട വേണം, മേലാട വേണം, അതെല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനമാണ്. സോ മ്യൂസിക് പ്ലീസ്. ബൈ.